ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് അരിപ്പൊടി കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ലൊരു ടേസ്റ്റിയായ പലഹാരവുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പത്തിരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണിത്. 1/2 കപ്പുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1/2 കപ്പ് തിളച്ച പാലൊഴിച്ച് കൊടുക്കണം. അത് ഞാൻ പാലിവിടെ തിളപ്പിക്കാൻ വെച്ചിരുന്നു, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് കട്ടകളില്ലാതെ ഇളക്കി കൊടുക്കണം. എന്താ പാൽ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. തിളച്ച പാലാണ്, ഇതൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായി കട്ടകളില്ലാതെ ഇളക്കി കൊടുക്കണം. നമുക്ക് ഈ വിസ്ക് വെച്ച് ഇളക്കി കൊടുക്കാം. ഇതിവിടെ ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്, കട്ടകളില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൂടിയിട്ട് മാറ്റി വെക്കാം. പിന്നീട് ഇതിനു വേണ്ടി ഞാൻ വേറൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. 1 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ്. പിന്നീട് 3 ടേബിൾ സ്പൂൺ ഷുഗറാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്, പഞ്ചസാരയും കൂട്ടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാരയൊക്കെ അലിയുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിവിടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ മാറ്റി വെക്കാം. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആവിയേക്ക് എടുക്കാൻ വേണ്ടി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ചുറ്റും തടവി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാൻ നെയ്യ് തടവി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആവിയാക്കി എടുക്കാൻ വേണ്ടി ഒരു ഇഡ്ഡലി പാത്രം ഞാൻ സ്റ്റൗ మీద വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെയ്യ് തടവി വെച്ച പാത്രം വെച്ച് കൊടുക്കാം. ഇതിന് ആവി വന്ന് തുടങ്ങുന്നുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു 1.5 തവി അരിപ്പൊടിയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കണം. 1.5 തവി ഒരു നേരിയ ലെയറായി ഒഴിച്ച് കൊടുക്കണം. 1.5 തവി ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് മൂടിയിട്ട് വെച്ച് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മൂടിയിട്ട് വെച്ച് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇത് 1 മിനിറ്റ് അല്ല, 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുട്ടയുടെ മിശ്രിതം ഉണ്ടല്ലോ, അടിച്ചു വെച്ച മുട്ടയുടെ മിശ്രിതം അതും നേരിയ ഒരു ലെയറായി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മൂടിയിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്കിത് മൂടി തുറന്ന് നോക്കാം. നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായി നമുക്ക് അരിപ്പൊടിയുടെ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. അത് 1.5 തവി ഒഴിച്ചു കൊടുക്കാം. ഇതാ നേരിയ ലെയറായി 1.5 തവി ഒഴിച്ചു കൊടുക്കണം. ഇതേ പ്രൊസീജിയർ തുടർന്നുകൊണ്ടേ ഇരിക്കാം. എന്നിട്ട് മൂടിയിട്ട് വെച്ച് കൊടുക്കാം. ഈ അരിപ്പൊടിയുടെ കൂട്ട് ഡ്രൈ ആയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ തടവി നെയ്യ് തടവി അതിന് ശേഷം മുട്ടയുടെ കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ലാസ്റ്റ് വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് അരിപ്പൊടിയുടെ കൂട്ടാണ് മുകളിൽ വരേണ്ടത്. ഇതിവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലാസ്റ്റ് ലെയർ മുട്ടയുടെ
മുട്ടയുടെ കൂട്ട് നമുക്ക് ഒരു ലെയറായി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും മൂടിയിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ മുട്ടയുടെ മിശ്രിതവും അരിയുടെ മിശ്രിതവും നമ്മൾ ലെയറായി ഒഴിച്ചു കൊടുത്ത് ലാസ്റ്റ് അരിപ്പൊടിയുടെ കൂട്ടാണ് മുകളിൽ വരേണ്ടത്. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം. പിന്നീട് കറുത്ത എള്ള ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ എൻ്റെ അടുത്ത് കറുത്ത എള്ള ഇല്ല, അതുകൊണ്ട് ഞാൻ വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇത് നമുക്കിവിടെ നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ടൂത്ത് പിക്ക് കൊണ്ട് നമുക്ക് കുത്തി നോക്കാം. ഇതിൽ ഒന്നും പിടിക്കുന്നില്ല. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്കത് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. തണിഞ്ഞതിന് ശേഷം നമുക്ക് അത് മുറിച്ച് നോക്കാം. തണിഞ്ഞതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല ലെയറായി കിട്ടിയിട്ടുണ്ട്. ഇതാ മുട്ടയുടെയും അരിയുടെയും മിശ്രിതം വേറെ വേറെ ലെയറായി കിട്ടിയിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.